ലോകകപ്പിൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ജയിച്ചെങ്കിലും ബാറ്റർമാരുടെ പ്രകടനം ആശങ്കയിൽ ആഴ്ത്തുന്നതാണ്. അതിലേറെ സഞ്ജു സാംസൺ തുടർച്ചയായി രണ്ടാം ലോകകപ്പിലും ബെഞ്ചിലിരിക്കുമെന്ന സൂചനയാണ് ആദ്യ മത്സരം നൽകുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ഖിലാഫ് അഹമ്മദ് പറഞ്ഞു തരും. ഖിലാഫെ, ഈ ലോകകപ്പ് ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ ബാക്കപ്പ് ഓപ്പണറും ബാക്കപ്പ് വിക്കറ്റ് കീപ്പറും ഇഷാൻ കിഷൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് സഞ്ജുവായി മാറുന്നൊരു സാഹചര്യമുണ്ട്. ഇനി അവസരം ഉണ്ടാകുമോ സഞ്ജുവിന്? എങ്ങനെ മനസ്സിലാക്കാം? തീർച്ചയായും സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ 2020 ലോകകപ്പിന്റെ ടീം പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയുടെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറും അതേപോലെ തന്നെ ബാക്കപ്പ് ഓപ്പണറുമായിട്ടായിരുന്നു ഇഷാൻ കിഷൻ ഈ ഒരു ടീമിലേക്ക് എത്തിയതെങ്കിൽ ഇപ്പോൾ നേരെ തിരിച്ചാണ് കാണുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ സഞ്ജുവിന് വിനയായത് ഈ കഴിഞ്ഞ രണ്ട് പരമ്പരയിൽ, അതായത് ന്യൂസിലാൻഡിനെതിരെയും അതേപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും താരത്തിന് തിളങ്ങാനാവാത്തതാണ് താരത്തിന് തിരിച്ചടിയായത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ന്യൂസിലാൻഡിനെതിരെ താരം ഒരു മോശം പരാജയമായ രീതിയിലായിരുന്നു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചത്. ആ ഒരു പ്രകടനമാണ് ഈ ഒരു താരത്തിന് തിരിച്ചടിയാവുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ ഒരു മത്സരത്തിൽ അവസരം ലഭിച്ചപ്പോൾ തന്നെ ഈ ഇഷാൻ കിഷൻ ആ ഒരു വെടിക്കെട്ട് തീർക്കുകയായിരുന്നു. ഇഷാൻ കിഷൻ ടീമിലേക്ക് എത്തിയത് തിലക് വർമ്മയുടെ പകരക്കാരനായിട്ടായിരുന്നു. ന്യൂസിലാൻഡിനെതിരെ ബാറ്റ് ചെയ്തത്. എന്നാൽ താരം തിലക് വർമ്മ ലോകകപ്പ് ടീമിലേക്ക് എത്തിയെങ്കിലും ആ ഒരു സ്ഥാനം, ഓപ്പണർ സ്ഥാനത്തിൽ ഒരു മികച്ച ഫോമിലുള്ള താരത്തിനെ തന്നെ നിലനിർത്താൻ വേണ്ടിയാണ് ഇഷാൻ കിഷനെ ഓപ്പണറായി പരിഗണിച്ചത്. കൂടാതെ തിലക് വർമ്മ പരിക്കേറ്റ് തിരിച്ചെത്തിയപ്പോഴും താരം ഒരു മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ച് മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സഞ്ജുവിന് ഈ ഒരു അവസരം നഷ്ടമായത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാൻ ഒഴിച്ച്, അതായത് ആദ്യ മത്സരത്തിൽ അമേരിക്കയ്ക്കെതിരെയും അതേപോലെ തന്നെ അടുത്ത മത്സരം നമീബിയക്കെതിരെയും അതിൻ്റെ അടുത്ത മത്സരം നെതർലാൻഡ്സിനുമെതിരെയും താരതമ്യേന അത്ര വലിയ കരുത്തരല്ലാത്ത ടീമിനെതിരെ പോലും സഞ്ജു സാംസനെ അവസരം ലഭിക്കാത്തതോടെ സൂപ്പർ എയ്റ്റിലേക്ക് എത്തുമ്പോഴും സഞ്ജു സാംസനെ അവസരം ഉണ്ടാവില്ല എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കൂടാതെ താരത്തിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2024 2020 വേൾഡ് കപ്പിൽ ഋഷഭ് പന്തിന്റെ ബാക്കപ്പ് ആയിട്ടായിരുന്നു സഞ്ജു സാംസൺ ടീമിൽ ഉൾപ്പെടുത്തിയതെങ്കിൽ ഈ ഒരു ടൂർണമെന്റിൽ ആദ്യ ഓപ്പണറായി തന്നെയാണ് താരത്തിനെ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഈ ഒരു പരമ്പരയിലെ മോശം പ്രകടനമാണ് താരത്തിന് തിരിച്ചടിയായത്. എന്തായാലും ഈ ഒരു ടൂർണമെന്റിൽ ഉടനീളം തന്നെ സഞ്ജു പുറത്തിറക്കാനും തന്നെയാണ് സാധ്യത. സംഗീത. ശരി ഖിലാഫ്, ശരി.